ഹായ്. ഷാജഹാൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഇപ്പോൾ സൈനാപ്ലയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ കോമഡി ഡ്രാമ ചിത്രമായിരുന്നു ജമീലാന്റെ പൂവൻകോഴി എന്നുള്ളത്. മിഥുൻ നളിനി, ബിന്ദു പണിക്കർ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മട്ടാഞ്ചേരിയിലെ ആസ്ഥാന കോഴികളാണ്, അല്ലെങ്കിൽ പൂവാലന്മാരാണ് നമ്മുടെ ചിത്രത്തിലെ നായകനും നായകന്റെ സുഹൃത്തും എന്നുള്ളത്. എന്തായാലും ഇവരിങ്ങനെ പെൺപിള്ളേരുടെ പുറകെ പോകും, അടിമേടിക്കും, പെൺപിള്ളേരുടെ പുറകെ പോകും, ആരെങ്കിലും നിന്ന് അടിമേടിക്കും, പിന്നെ ആരുടെയെങ്കിലും പുറകെ പോകും, അടിമേടിക്കും. ഇത് തന്നെ റിപ്പീറ്റ് അങ്ങനെ 2 മണിക്കൂർ പോകുന്നതാണ് സിനിമ എന്നുള്ളത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഒരു ടൈം വേസ്റ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം മാത്രമാണ് ഈ ഒരു ജമീലാന്റെ പൂവൻകോഴി എന്നുള്ളത്. ശരിക്കും പൂവൻകോഴി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിന് പോലും നാണക്കേടാവും. നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലൊക്കെ ഹോർമോണൊക്കെ അടിച്ചു കയറ്റി വളർത്തിയെടുക്കുന്ന ബ്രോയിലർ കോഴി ഉണ്ടല്ലോ, അത്രയും പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ സിനിമയുടെ പ്രശ്നം എന്നുള്ളത്, ഈ സിനിമയ്ക്കുള്ളിൽ ഈ 2024 പോലൊരു കാലഘട്ടത്തെയോ, അല്ലെങ്കിൽ 24 കഴിഞ്ഞല്ലോ അല്ലേ, പടം കണ്ടിട്ട് മൊത്തം കിളിപോയി. എന്തായാലും 25 പോലൊരു കാലഘട്ടത്തെയോ പ്രേക്ഷകരെയോ പരിഗണിക്കാതെയുള്ള കഥയും തിരക്കഥയും പ്രകടനവും എക്സിക്യൂഷനും എല്ലാം കൂടിക്കലർന്ന ഒരു അവിയൽ പരിവാക്കിയിട്ടുള്ള ഒരു സിനിമ ആണ് പൂവാലൻകോഴി എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടി കയറിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് റിലീസ് ചെയ്ത് പെട്ടെന്നൊന്ന് കണ്ടേക്കാന്ന് വെച്ച് തന്നെ ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീരമായിരുന്നു. ബിന്ദു പണിക്കരെ ലീഡിങ് റോളിൽ നിൽക്കുന്നു, പിന്നെ ഇതിൻ്റെ പോസ്റ്റർ വർക്കൊക്കെ കിട്ടുമായിരുന്നു. ഞാനപ്പോൾ ഓർത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പടമായിരിക്കും എന്ന് ഓർത്തിട്ട് തന്നെയാണ് കയറിയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒന്നുമില്ല. പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ബിന്ദു പണിക്കരുണ്ട്, ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചിടങ്ങളിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തേക്ക് പോലും ഒന്നും ചെയ്യാനില്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും ഒക്കെ നിറഞ്ഞ കഥാപരിസരമൊക്കെയാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. പിന്നെ ബാക്കിയുള്ള പ്രകടനങ്ങളെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ശരിക്കും താഴെ പോകുന്ന പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. സിനിമ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ആക്ഷൻസ് കൊണ്ടുവെക്കുന്നു, കോമഡി കൊണ്ടുവെക്കുന്നു, ഇമോഷൻസ് കൊണ്ടുവെക്കുന്നു. യാതൊന്നും ഒരു വിധത്തിലും പ്രേക്ഷകന് കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ അകത്ത് ആക്ഷൻസ് ഒക്കെ കൊണ്ടുവെക്കുന്നു. പ്രേക്ഷകർക്ക് ഒരേ ഒരു ചോദ്യം, എന്തിനാണ് ഈ ആക്ഷൻ ഇവിടെ കൊണ്ടുവെക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ്. പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് കോമഡി, പിന്നെ ഈ സ്കിറ്റിൻ്റെ അകത്തൊക്കെ കളിക്കുമ്പോൾ കൊണ്ടുവെക്കുന്ന കോമഡി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നു. ഇമോഷൻസ് ഒക്കെ ക്ലൈമാക്സിലോട്ട് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും ഓൾറെഡി പ്രേക്ഷകർ വെറുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകും ഇമോഷനും വെച്ചിട്ട് മൊത്തത്തിൽ അലമ്പാക്കി കളയാണ്. പിന്നെ ഈ ഒരു സിനിമ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്നതിനുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത്, എൻ്റെയോ ടൈം പോയി, നിങ്ങളുടെയെങ്കിലും ടൈം പോയിരിക്കട്ടെ. സോ എന്നെ ഒരു രക്ഷകനായിട്ട് കരുതൂ. ഈ ഒരു സിനിമയ്ക്ക് ഒരു 2 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10 ഒരു 2. ബൈ.